അതെ, നമ്മൾ കുറച്ച് ദിവസം തിരിച്ചു വന്നിക്കാണ്. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇതൊരു കിഡിലുള്ള സബ്ജക്റ്റ് കൊണ്ടാണ് ഇന്ന് സൂപ്പർ ഡൂപ്പർ വന്നിരിക്കുന്നത്. നമുക്ക് വെറും 400 രൂപയ്ക്ക് ബാംഗ്ലൂർ സിറ്റി മൊത്തം ഏകദേശം 10 കിഡിലുള്ള സ്ഥലം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന വോൾവോ AC ബസ്സിൽ, കർണാടക ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന AC ബസ്സിൽ നമുക്ക് ചുറ്റി കാണാൻ പറ്റും വെറും 400 രൂപയ്ക്ക്. അതെങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പറയും. ഓരോ സ്ഥലങ്ങളും ചെറുതായിട്ടൊക്കെ നമ്മൾ കാണിക്കും. സോ നമ്മൾ പോകുന്ന ബസ് ഗവൺമെൻറ് BMTC ഈ ബസ്സിലാണ്. ഇവിടുത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസും ഈ ബാംഗ്ലൂർ വന്നാൽ നമ്മൾ കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവർ കവർ ചെയ്യുന്നത്. സോ ആരെങ്കിലും ബാംഗ്ലൂർ വരുന്നുണ്ട്, ഒരു ദിവസത്തേക്ക് സമയമുള്ളൂ, ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ഒന്നും അറിയണ്ട, ജസ്റ്റ് കയറിയ ബസ്സിൽ ഇരിക്കുക എന്നൊരു കോൺസെപ്റ്റ് ഉള്ളവർക്കും, നമ്മുടെയൊക്കെ പേരൻസ് നാട്ടിലുണ്ട്, അവർ വരുന്നുണ്ട്, ഒരു ദിവസം അവരെ കൊണ്ട് കറങ്ങണം, അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഒരു ട്രിപ്പ് നമ്മളെ ദർശിനി BMTC പ്രൊവൈഡ് ചെയ്യുന്ന, കർണാടക ഗവൺമെൻറ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ദർശിനി ട്രിപ്പ് നല്ലതാണ്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് വെറും 400 രൂപയ്ക്ക് ബാംഗ്ലൂർ ചുറ്റിക്കാണും. സോ ഈ യാത്രയുടെ പേരെന്ന് പറയുന്നത് ബംഗളൂരു ദർശിനി എന്നാണ്. വേറെ സംഭവം ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇവിടെ വന്നിട്ടാ ഈ ബസ് എവിടെ നിർത്തുന്നൊക്കെ അകത്ത് ചോദിച്ചില്ലേ നമ്മള്. അപ്പൊ ബസ് സ്റ്റാൻഡ് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. ആൾക്കാർക്ക് അറിയില്ല, ഈ ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം അറിയില്ല. അപ്പോൾ നമുക്ക് ഈ യാത്ര എങ്ങനെയാണ്, ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഈ യാത്ര അടിപൊളിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ. പിന്നെ നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ ചോദിച്ചാൽ, ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ? മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാം. ಕನ್ನಡದವರಿಗೆ ಹಿಂದಿ ಅರ್ಥ ಆಗುತ್ತಾ? ನಿಮಗೆ ಅರ್ಥ ಆಗುತ್ತಾ? ಕನ್ನಡ ಹಿಂದಿ ಅರ್ಥ ಆಗಲ್ಲ. ಮಲಯಾಳಂ can you understand? फोन नंबर देते हैं, फोन नंबर मल्टीपर्पज यूज होगा. सेटिंग पे कुछ दिक्कत हुआ तो मेरे को फोन करना, आपको वेट करना. बाई चांस गाड़ी मिस हुआ तो ऑटो टैक्स पड़े, ऑटो वाले को फोन देना. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിലുള്ളവർക്ക് പോലും ഈ ഒരു ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സർവീസിനെ പറ്റി വലിയ ഐഡിയ ഇല്ല അല്ലേ. ഞങ്ങൾ തന്നെ ഇവിടെ ഭയങ്കര രസമെന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ എത്തി, എവിടെ ബസ് ഇരിക്കണമെന്നൊക്കെ ഒരു ഐഡിയ വേണ്ടേ, ആർക്കും അറിയാമോ ചോദിച്ചാൽ. അങ്ങനെ എങ്കേ റൂമ് കണ്ടു ചോദിച്ചപ്പോൾ റോഡിൻ്റെ എവിടെ എന്ന് പറഞ്ഞു. സോ ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി പറഞ്ഞുതരാം. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്താണ്, ഉള്ളിലല്ല. മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് ഈ എയർപോർട്ടിൽ പോണ എയർപോർട്ട് ലോഞ്ച് എന്നൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. അവിടെ ഒരുപാട് എയർപോർട്ട് ബസ് ഉണ്ടാവും. അവിടെ ഒരു 8:30 ആകുമ്പം രാവിലെ ഈ ബസ് വരും. ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8:46 ദർശിനി ബാംഗ്ലൂർ AC വോൾവോ ബസ്സാണ്. लंच ब्रेक हो रहा है, काम मत होता है. प्योर वेजिटेरियन, साउथ इंडियन, नॉर्थ इंडियन मिलेगा. इसके बाद कर्नाटक स्टेट कैंप, नेक्स्ट लाल बाग बॉटनिकल गार्डन. അങ്ങനെ നമ്മൾ ബസ് കയറിയപ്പോഴാണ് നമ്മളിവിടെ കുറച്ച് നമ്മുടെ മലയാളി ഫ്രണ്ട്സിനെ, നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നത്. അവർ ഈ ഫസ്റ്റ് ടൈമാണ് ഈ ട്രിപ്പ് വേണത്. അവർ എക്സൈറ്റഡ് ആണോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ബ്രോ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ ഒരു വിഷ്ണു, ഭയങ്കര എക്സൈറ്റഡാണ്. ഞാൻ വളരെ എക്സൈറ്റഡ്. വേറെ ആൾക്കാരുണ്ട്. എൻ്റെ പേര് അനവല്യ, ഞാൻ കോഴിക്കോടാണ്. എൻ്റെ പേര് ജിഷ്ണ, ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നത്. അപ്പം കണ്ടില്ലേ, ഫുൾ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഓരോ സ്ഥലത്തിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. കോഴിക്കോട്, കണ്ണൂർ എല്ലാം ഉണ്ട്. എല്ലാവരും ബാംഗ്ലൂർ ദർശൻ അല്ലെങ്കിൽ ഈ ദർശിനി എന്ന ഈ സർവീസിൽ എന്ന ഈ ബസ് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. സോ എക്സൈറ്റഡ് ആണ്. എന്നാ ഐഡിയ ഉണ്ടോ എവിടെയാ പോണെന്നൊക്കെ? ഒരു ഐഡിയ ഇല്ല, നമ്മളെ പറയണ്ട, പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ സെറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഉള്ള പലർക്കും അറിയില്ല ഇങ്ങനെ ബസ് ഉണ്ടെന്നൊക്കെ. ഞങ്ങൾ ആദ്യം ഒന്ന് ചോദിച്ചു, ബാക്ക് സൈഡ് നിങ്ങൾ കാണിച്ചോളൂ, എവിടെന്ന് അവർക്കും അറിയാം. ഞങ്ങൾക്കും അറിയില്ല. ബാംഗ്ലൂരിലുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം അറിയില്ല. പോണ വഴിക്ക് ആദ്യത്തെ സ്റ്റോപ്പ് നമ്മുടെ ഇസ്കോൺ ടെമ്പിൾ. അതെ, ഇസ്കോൺ ടെമ്പിളിലാണ്
ആദ്യ സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പുറത്തുനിന്ന് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇത് ഭയങ്കര ഫേമസ് ആണ് ബാംഗ്ലൂരിലെ. സോ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് തന്നെ കാണേണ്ടി വരും. അപ്പം നമുക്ക് ഇസ്കോണിൽ പോയിട്ട് ഏകദേശം 1/2 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് എന്തായാലും പുറത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. അതെ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്, ഗവി ഈശ്വർ അല്ലേ? ഗവി ഈശ്വർ ടെമ്പിൾ. എന്താടാ സൂപ്പർ ഡൂപ്പേഴ്സ്, ഈ അമ്പലത്തിലൊക്കെ കയറി തുടങ്ങിയ യാത്രയൊക്കെ എന്ന് ആരും വിചാരിക്കണ്ട. കാരണം വെച്ചാൽ ഇത് വേറെ ഒരു രീതി യാത്ര. മാക്സിമം കവർ ചെയ്യുന്നത് ടെമ്പിൾസ് ആണ്. അല്ല, 1-2 ടെമ്പിളേ ഉള്ളൂ, 3 ടെമ്പിളേ ഉള്ളൂ. 3 ടെമ്പിളേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്നെ ഞെട്ടിച്ച വേറെ സംഭവമുണ്ട്. നമ്മ തലൈവർ സൂപ്പർ സ്റ്റാർ തെറിയുള്ള പുള്ളിക്കാരൻ പഠിച്ച സ്കൂൾ കാണണോ? പുള്ളിക്കാരൻ ഇതേ ഇപ്പൊ കാണിച്ചു തരാവേ. ഇതേ കണ്ടില്ലേ, നമ്മ തലൈവർ രജനികാന്ത് പഠിച്ച സ്കൂളിലെ ഫ്രണ്ടിലായ നിൽക്കുന്നേ. വാ, ഗവൺമെൻറ് ഹയർ പ്രൈമറി സ്കൂൾ. സോ കണ്ടല്ലോ, കണ്ടിട്ടില്ലാത്തവരും അറിഞ്ഞുകൂടാത്തവരും അറിഞ്ഞോളൂ, ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് പഠിച്ച സ്കൂള്. ഓക്കെ, നമ്മളിപ്പോൾ പോകാൻ പോണ അമ്പലം ഇതാ നിൽക്കുന്നു. അമ്പലത്തിൻ്റെ ഈ ഫ്രണ്ടിൽ തൊട്ടടുത്താണ് ഈ സ്കൂള്. പിന്നെ ഇവിടെ ഒരു ആശ്രമമുണ്ട്, വിവേകാനന്ദ ആശ്രമമുണ്ട്, അതായിരിക്കണം. സോ ഈ അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, അല്ലെ അമ്പലം കണ്ടിട്ട് നമ്മളൊന്ന് പറയാം. സോ നമ്മളിത് അമ്പലത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. വളരെ നല്ല ആംബിയൻസ് തന്നെയാണ്. ഒരുപാട് ഫോറിനേഴ്സും ഇവിടെ വിസിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഇച്ചിരി ഫേമസ് ആയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഗവി ഈശ്വർ ടെമ്പിൾ. ചക്കു, എങ്ങനെയുണ്ട് യാത്രയുടെ ആദ്യത്തെ 2 സ്ഥലം അമ്പലം അല്ലേ? 2 അമ്പലമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊരു പീസ്ഫുൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഫുള്ളും. അമ്പലം അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കും ഇവിടെ വരുമ്പോൾ ഇഷ്ടമാണ്. കാരണം കുറച്ച് ഹിസ്റ്റോറിക് ആയിട്ട് ഒരുപാട് ഉള്ളിൽ കാണാനുണ്ട്. പക്ഷേ അതൊന്നും ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ബാംഗ്ലൂർ വന്നിട്ട് ഒറ്റ ദിവസത്തിൽ AC ബസ്സിൽ, അതും നമ്മളൊന്നും കെയർ ചെയ്യേണ്ട, എല്ലാം അവർ തന്നെ നോക്കിയോളും. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 400 രൂപയ്ക്ക്. അടിപൊളിയല്ലേ? അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. ബസ് വെയിറ്റിംഗ് ആണ്. ദൊഡ്ഡ ഗണപതി അങ്ങനെ എന്തോ അമ്പലത്തിൻ്റെ പേര്. ഏതോ ഒരു അമ്പലമാണ്. അതെ, ഏകദേശം 3 അമ്പലമായി. ടിപ്പു സുൽത്താൻ പാലസ് അങ്ങനെ എന്തൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്തായിരിക്കും. ഇവിടെ ഉള്ളിലൊരു ഗണപതിയുടെ അമ്പലമുണ്ട്, അത് ഉള്ളിലോട്ട് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ പോകുന്ന അവിടെ എന്തോ നമ്മുടെ ഇത് ശിവൻ്റെ വാഹനത്തിൻ്റെ പേരെന്തോ നന്ദി. ബിഗ് ബുൾ ടെമ്പിൾ, നന്ദിയുടെ എന്തോ അമ്പലം എന്തോ ആണ്. നമുക്ക് അങ്ങോട്ട് ഉള്ളു ക്യാമറ പോകില്ല, പക്ഷെ അങ്ങോട്ട് പോയി നോക്കാം. സോ 3ാമത്തെ സ്ഥലം ഏതാ? ദൊഡ്ഡ ഗണപതി ടെമ്പിൾ. സോ ഇതാ ബിഗ് ബുൾ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ എത്തി നമ്മൾ. കയറി വരുമ്പം ഇവിടെ ബിഗ് ബുദ്ധ ടെമ്പിൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ ദൈവങ്ങളുടെ വിഗ്രഹവും ഗണപതിയുടെ ചെറിയ എന്താ പറയുക ഹാൻഡിക്രാഫ്റ്റ് തിങ്സും അങ്ങനെ കുറേ സംഭവമുണ്ട് ഇവിടെയൊക്കെ. അത് വാങ്ങുന്നവർക്ക് അത് വാങ്ങാം. പ്ലേസിൽ എത്തിയിട്ടുണ്ട്. സോ ഇത് ടിപ്പു പാലസ് ആണ്. സോ നമ്മുടെ ടെമ്പിളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. 3 ടെമ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പാലസ് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് മരത്തിലൊക്കെ ഉണ്ടാക്കിയ തട്ടും തൂണും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരു മുഗൾ സ്ട്രക്ചേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നമുക്ക് ബസ്സിൽ ഓരോ സ്ഥലത്ത് ഓരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും നമുക്ക് അവിടുത്തെ കണ്ടക്ടർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഇവിടെ എന്തൊക്കെയുള്ള, ഇവിടെ എങ്ങനെ വന്ന ഹിസ്റ്ററിയൊക്കെ. അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ക്ഷമയോടെയാണ് ഓരോ ആൾക്കാർക്കും ഓരോന്ന് പറഞ്ഞു തന്നത്.
എന്തൊക്കെയോ നിഗൂഢതകൾ അല്ലേ ബിൽഡിംഗ്? ഭയങ്കര നിഗൂഢതയുള്ള ഒരു ബിൽഡിംഗ്. അതെ അതെ, റാക്സ് കാര്യങ്ങളാണ്. ഇത് പാരീസ് ആണോ? Before 1951. We have a terrible problem everywhere in India, everywhere in the world. ദർശിനി ബസ് സർവീസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? വേറൊന്നുമല്ല, നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറുക. അവിടെ KSRTC, കേരള ട്രാൻസ്പോർട്ടേഷനിലെ കർണാടക ട്രാൻസ്പോർട്ടേഷൻ്റെ ആപ്പ് ഉണ്ടാവും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രം ടു ഉണ്ടാവും. ഫ്രമ്മിൽ ബാംഗ്ലൂർ എന്ന് കൊടുക്കുക, ടൂവിൽ ദർശിനി എന്ന് കൊടുക്കുക. അപ്പം തന്നെ ബുക്കിംഗ് പേജ് ഓപ്പൺ ആവും. അതിൽ എത്ര സീറ്റ് ബാക്കിയുണ്ടെന്നൊക്കെ കാണിക്കും. അത് നോക്കി നമ്മൾ നോർമൽ റെഡ് ബസ്സിലൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അവസാനം ഗൂഗിൾ പേയോ നമ്മുടെ ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി വേണോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മെസ്സേജും വരും. അങ്ങനെ നമുക്ക് ഈ യാത്ര ബുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 4ാമത്തെ പ്ലേസിൽ ടിപ്പുവിൻ്റെ അവിടെയാണ്. അടുത്തും മെയിൻ കുറേ ബാംഗ്ലൂരിലെ കുറേ മെയിൻ സ്ഥലങ്ങളാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ഇനി ഫുഡ് കഴിക്കണം, അതിനും ബസ്സുമായിട്ട് നിർത്തും. സോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ജസ്റ്റ് ബുക്ക് ചെയ്യുക, മെജസ്റ്റിക്ക് വരിക, ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുക. അവർ തന്നെ എല്ലാവരും ഡ്രോപ്പ് ചെയ്യും. വെറും 400 രൂപയ്ക്ക്. അതായത് എടുത്തെടുത്ത് പറയുന്നത് വെറും 400 രൂപയ്ക്ക് ഈ പരിപാടി അടിപൊളിയല്ലേ? സോ സൂപ്പർ ഡൂപ്പറിൻ്റെ ഇങ്ങനത്തെ കുറേ ഇൻഫോർമേഷൻ ആയിട്ട് ഇതേപോലെ കുറേ കാര്യം ഇൻഫോർമേഷൻ, പുതിയ ഐഡിയാസ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ വരുമ്പോൾ അല്ല മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിനോ അല്ല വരാൻ പ്ലാൻ ചെയ്യുന്നു കറങ്ങുന്ന ഫ്രണ്ട്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറക്കാതെ ലൈക്കും കൂടി ഒന്ന് ചെയ്യുക. അപ്പം നമ്മൾ 5ാമത്തെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഈ ട്രിപ്സിൻ്റെ കൂടെ തന്നെ അവർ ഷോപ്പിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിൽക്ക് ഫാക്ടറിയാണ്. ഇതിൻ്റെ പേര് കർണാടക സിൽക്ക് എംപോറിയം. ഇത് ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഷോപ്പിങ്ങിന് 25 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ആക്ച്വലി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ യാത്രയിൽ ഒരുപാട് നമ്മുടെ വീട്ടുകാർ, അമ്മമാരോ അച്ഛന്മാരൊക്കെ അവർക്ക് ഭയങ്കര യൂസ് ആവുന്ന ഒരു യാത്രയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോ ആണ്. സോ ഇപ്പോൾ വന്നിരിക്കുന്നത് അതെ എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കർണാടക എംപോറിയം. നമുക്ക് സിൽക്കിൻ്റെ എന്താ പരിപാടി, ഉള്ളിലൊക്കെ പോയി ചെറുതായി നോക്കാം. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഇതാണ് 5ാമത്തെ സ്ഥലം അല്ലേ? 5 6 5ാമത്തെ സ്ഥലം. अम्बेडकर लाइफ स्टोरी ये सब चलेगा अंदर ग्लासेस अंदर चलेगा आपका टिकट. അങ്ങനെ അതേ നമ്മൾ അടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അതെ, ഇന്ത്യയിൽ തന്നെ ഒരുപാട്, അതെ ഇന്ത്യയിലെയും എത്രയോമത്തെ സ്ഥാനമുണ്ട് ഇതിന് വലിയ ബൊട്ടാണിക്കൽ നിന്ന്. ബാംഗ്ലൂർ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. നമുക്ക് അകത്ത് പോയി കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂരിലെ ഐക്കോണിക് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ബാംഗ്ലൂരിലെ വലിയ ഗാർഡനായ നമ്മളെ ലാൽബാഗ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയം നല്ല ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. സോ ഇവിടെ വന്നാൽ നമുക്കിവിടെ ഇവരുടെ വണ്ടി തന്നെ ചുറ്റിക്കാണിക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ ഈ ഗാർഡന്റെ ഒരു എൻട്രി ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ ഒരു വണ്ടി ഉണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട്, എത്ര ടിക്കറ്റ് വരുന്നത്? ടിക്കറ്റ് ഒരാൾക്ക് 100 രൂപ, 100 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഈ വണ്ടി തന്നെ അവർ ചുറ്റി കാണിക്കും. ഒരു 40 മിനിറ്റ്സ് ഉണ്ട്. അതെ, 40 മിനിറ്റ്സ്. കാരണം വലിയ ഗാർഡനായത്. ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല സ്ഥലം. ഇങ്ങനെ ഇത് നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മ്യൂസിയമാണ്. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം. ഇതൊരു മ്യൂസിയമാണ്. ഇവിടെ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്നാണ് തോന്നണേ. സോ നിങ്ങൾക്ക് കാണിച്ചുതരാം, ഈ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് ഏകദേശം 100 രൂപയ്ക്ക് അടുപ്പിച്ചാണ്. 100 രൂപയാണ്. നമ്മൾ ഓൺലൈനിൽ ഇവിടെ തന്നെ മെഷീൻ ഉണ്ടാവും. അവിടെ തന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്ന് വാങ്ങാൻ പറ്റും. അങ്ങനെ നമ്മുടെ യാത്ര ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. 7ാമത്തെ പ്ലേസിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. ഇത് എവിടെയാണോ? ഇത് ഒരു മോഡറേറ്റ് ഗാലറിയാണ്. ഒരു നമ്മുടെ ഒരുപാട് ആർട്ടും പിക്ചേഴ്സും ഈ പെയിൻറ്റിങ്സ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി ആസ്വദിക്കാൻ പറ്റും. സോ ഇതാണ് ആ ബിൽഡിംഗ്. പക്ഷേ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല. സോ പെയിൻറ്റിങ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഇഷ്ടമാവും, ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു കാഴ്ച മാത്രമായിരിക്കും തോന്നുന്നു. ഇതാണ് ആർട്ട് ഗാലറിയുടെ ബിൽഡിംഗ്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. ഈ ഫുൾ AC ബസ്സിലാണ് അവർ നമ്മളെ ചുറ്റി കാണിക്കുന്നത്.
ആക്ച്വലി ഞങ്ങൾ ഇന്ന് ആക്ച്വലി തിരക്കില്ല. ഇതേ ടിക്കറ്റ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ ഭയങ്കര ഫുള്ളും ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ബംഗളൂരു ദർശിനി യാത്രയുടെ അവസാന ഡെസ്റ്റിനേഷൻ വന്നിക്കുകയാണ്. അവസാന സ്ഥലം എന്ന് പറയുന്നത് എവിടെ? വിധനസൗധ. ഇത് കർണാടകയിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് നമ്മളെ ലോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് തോന്നുന്നു സ്റ്റേറ്റിന്റെ. നമ്മൾ ഈ സിനിമയിലൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ആദ്യം കാണിക്കുന്ന ബിൽഡിങ്ങിൽ ഒന്നാണ് ഇതേ നമ്മുടെ ബാക്കിലുള്ളത്. ആക്ച്വലി ഇതിൻ്റെ തുള്ളി കയറാൻ പറ്റില്ല, അതിന് ഒരുപാട് പെർമിഷൻ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് നടക്കുന്നത്. ക്രോസ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഇപ്പൊ, കാരണം ഓൾറെഡി ഇവർക്ക് ലേറ്റ് ആയി. ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തിരിച്ച് ഞങ്ങളെ ബസ് സ്റ്റാൻഡിലോട്ട് ആക്കണം. അപ്പൊ ഞങ്ങളുടെ ക്രോസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു തൽക്കാലം. നമുക്ക് ക്ലോസ് ഷോട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ബാംഗ്ലൂർ 1 day ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ലാസ്റ്റ് പ്ലേസ് ആണ് നമ്മളിപ്പോ നിൽക്കുന്ന വിധനസൗധ. അതെ. സോ ഈ യാത്രയെ കുറിച്ച് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. 400 രൂപയ്ക്ക് നമ്മൾ ബാംഗ്ലൂരിലെ ഏകദേശം 8ഓളം നല്ല സ്ഥലങ്ങൾ ചുറ്റി കാണുക അല്ലേ? അതൊക്കെ അടിപൊളിയായിരുന്നു. മാത്രമല്ല ഇതുപോലുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസും ഉണ്ട്. അപ്പൊ ബാംഗ്ലൂർ വന്നാൽ ഉറപ്പായിട്ടും കാണാതിരിക്കുന്നത് മോശമാണ്. സോ അത് 1 ഡേയിൽ കണ്ടു തീർക്കാൻ പറ്റും ഈ ഒരു ട്രിപ്പ്. സോ നമ്മൾ എങ്ങനെയാണ് ട്രിപ്പ് പോകണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രിപ്പ് പോയിട്ട് കമന്റ് ഇടുക. പിന്നെ ഞങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണം, ഇനി മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ഇടുക. നമ്മൾ നമ്പർ സഹിതം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് സൂപ്പർ ഡൂപ്പർ വീണ്ടും വരും. അപ്പം ഇനി ബാംഗ്ലൂർ ട്രിപ്പാണോ? ഇനി കുറച്ച് ദിവസം ബാംഗ്ലൂർ ട്രിപ്പ് ആയിരിക്കും. ബാംഗ്ലൂർ സീരിയസ് ആയിരിക്കും. അതെ. സോ ഞങ്ങൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. ബൈ.